ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡിഗ്രി സിലബസിലെ എക്കണോമിക്സ് വിഭാഗത്തിലെ കുറച്ച് ടോപ്പിക്കുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു ക്വിക്ക് റിവിഷനായിട്ടാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ GST എന്താ എന്നുള്ളത് നോക്കി, അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ടാക്സ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ്, അതിനെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് നീതി ആയോഗ് എന്താണ്, അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് വസ്തുതകൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വിക്കായിട്ട് ഈ ഒരു സെഷനിലൂടെ കാര്യങ്ങൾ ഒന്ന് കണ്ണോടിച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഉദ്ദേശം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ന കാര്യം നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെയാണ് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ന്യൂ എക്കണോമിക് പോളിസി 1991. ചോദ്യം: Which of the following are the parts of structural adjustment programs of new economic policy NEP 1991 in 1991? ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ഇൻഡസ്ട്രിയൽ റിഫോം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ടാക്സ് റിഫോം, ഫിസിക്കൽ റിഫോം. സെലക്ട് ദ കറക്റ്റ് ആൻസേഴ്സ് യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. അപ്പോൾ എ ആണോ, ഡി ആണോ, അതുപോലെ തന്നെ ABC ആണോ, അതോ ACD ആണോ? Which of the following are the parts of structural adjustment program of new economic policy NEP 1991? ആൻസർ ഇൻഡസ്ട്രിയൽ റിഫോം ഉണ്ട്, ടാക്സ് റിഫോം ഉണ്ട്, ഫിസിക്കൽ റിഫോം ഉണ്ട്. അപ്പോൾ ACD, ഓപ്ഷൻ ACD ആണ് ആൻസർ. ACD. അപ്പോൾ ഏതാണ് ഇതിൽ ആൻസർ? 4. ACD ആണ് ഇതിൽ ആൻസർ. നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, എന്താ നമുക്ക് പറയാനുള്ളത്? ന്യൂ എക്കണോമിക് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പീരിയൻസ് ആൻ എക്കണോമിക് ക്രൈസിസ് ഇൻ 1991. 1991 വല്ലാത്തൊരു ക്രൈസിസ്, ഒരു സാമ്പത്തിക ബാധ്യത നമ്മുടെ ഒരു ഇന്ത്യൻ എക്കോണമി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു 1991. ദ ഫോറിൻ കറൻസി ആസ് എ ഡിക്ലൈൻഡ് ടു സച്ച് ആൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇറ്റ് വാസ് ബേർലി ഇനഫ് ടു ഫിനാൻസ് 2 weeks ഓഫ് ഇമ്പോർട്ട്സ്. അപ്പോൾ നമ്മുടെ ഫോറിൻ കറൻസി അസറ്റ് എന്ന് പറഞ്ഞ 2 ആഴ്ചയ്ക്കും കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത്രയും മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് അത് കൂപ്പുകുത്തി. അപ്പോൾ ദ ഫോറിൻ കറൻസി അസറ്റ് ഡിക്ലൈൻഡ് ടു സച്ച് ആൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇറ്റ് വാസ് ബെയർലി ഇനഫ് ടു ഫിനാൻസ് 2 weeks ഓഫ് ഇമ്പോർട്ട്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ റീച്ച്ഡ് 16.7 ഇൻ ഓഗസ്റ്റ് 1991. ആനുവൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന 16.7 എത്തി. അത്രയും ഒരു ഉയർന്ന ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്നത് 16.7 എത്തി. ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വാസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് റവന്യൂ ഡ്യൂ ടു ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ റവന്യൂവിനേക്കാൾ വരവിനേക്കാൾ ചിലവ് കൂടി. ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വാസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് റവന്യൂ ഡ്യൂ ടു ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, സബ്സിഡീസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പേസ് എക്സെട്ര. അപ്പോൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് എക്സ്പെൻഡിച്ചർ കൂടി. എന്തൊക്കെയാണ്? ഡിഫൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിന് സബ്സിഡീസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പേയ്മെൻറ്റ്, ഇതിനൊക്കെ ഒരുപാട് കാശുകൾ ആവശ്യം വന്നു. അപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതിയായിരുന്നു 1991. അപ്പോൾ ഇന്ത്യൻ എക്കോണമി എക്സ്പീരിയൻസ്ഡ് ആൻ എക്കണോമിക് ക്രൈസിസ് in 1991. The foreign currency has declined in such a way that it is barely enough to finance 2 weeks of imports. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ റീച്ച് 16.7. ആ പോയിന്റ് നോട്ട് ചെയ്യുക, 16.7. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂവിനേക്കാൾ എക്സ്പെൻഡിച്ചർ കൂടി. ഇനി എന്താണ്? The positive effect of the socialistic pattern of society were on the verge of decline. On this ground, it was necessary to bring a new change in economy. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മറികടക്കണമെങ്കിൽ ഒരു പുതിയ സാമ്പത്തിക നയം മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതാണ് on this ground it was necessary to bring a new economic change in the economy. Hence the government of India adopted a new economic policy that is called as NEP, New Economic Policy 1991. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിലുള്ള ആ ഭാഗം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ്, ആ ഒരു മോഡലിനെ പറയുന്നതാണ് LPG മോഡൽ. LPG മോഡൽ എന്ന് പറയുന്നതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതാണ് LPG മോഡൽ എന്ന് പറയുന്നത്, LPG മാതൃക. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG. ദ പ്രോസസ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 1985 ആൻഡ് ഗോട്ട് മൊമെൻറ്റം ഇൻ 90. അപ്പോൾ ഇത് 1985 മുതൽ ഇത് ഇങ്ങനെ ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഗോട്ട് മൊമെൻറ്റം ഇൻ 1991. ക്ലിയർ ആണ്? അപ്പോൾ LPG മാതൃക ഈ ഒരു എക്കണോമിക് ക്രൈസിസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ നയം രൂപീകരിച്ചു. അതാണ് NEP 1991. അതിനെ പറയുന്ന മറ്റൊരു പേര് LPG. അതെന്താ? ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ദ പ്രോസസ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി വിച്ച് സ്റ്റാർട്ടഡ് 1985 ബട്ട് ഗോട്ട് മൊമെൻറ്റം ഇൻ 1991. ഇനി എന്താണ് ഇതിൽ ഓരോരോ സംഗതികൾ? എന്താണ് ഈ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം. എന്താണ് ഈ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉദാരവൽക്കരണം. ലിബറലൈസേഷൻ റെഫേഴ്സ് ടു എക്കണോമിക് ഫ്രീഡം ആൻഡ് ഫ്രീഡം ഫോർ എക്കണോമിക് ഡിസിഷൻ. അപ്പോൾ ഒരു ഫ്രീഡം കൊടുക്കുക. അപ്പോൾ ഇറ്റ് മീൻസ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഫ്രീ ടു ടേക്ക് ഡിസിഷൻ
ടു പ്രൊമോട്ട് ദെയർ സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫ്രീഡം, ഒരു എക്കണോമിക് ഫ്രീഡം, അതുപോലെ തന്നെ ഒരു ഫ്രീഡം ഫോർ എക്കണോമിക് ഡിസിഷൻ. അതാണ് ഈ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ആക്സെപ്റ്റഡ് പോളിസീസ് സജസ്റ്റഡ് ബൈ ദി IMF. ഓക്കെ, മോണിറ്ററി ഫണ്ട്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫോർ എക്കണോമിക് ലിബറലൈസേഷന് വേണ്ടിയിട്ട് IMF കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആക്സെപ്റ്റഡ് പോളിസി സജഷൻ അല്ലെങ്കിൽ പോളിസി സജസ്റ്റഡ് ബൈ ദി IMF ഫോർ എക്കണോമിക് ലിബറലൈസേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് IMF പറഞ്ഞു കൊടുത്തിരുന്നത്? ഒന്ന്, മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ ആണ് ഒന്നാമത്തെ കാര്യം. മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ കറൻസി ഡിവാല്യൂഷൻ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം, ഇതൊക്കെ IMFൻ്റെ ചില സജഷൻസ് ആയിരുന്നു. അപ്പോൾ ഈ മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ ഇൻഫ്ലേഷൻ കൺട്രോളിന്, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന്, അതുപോലെ തന്നെ കറൻസി ഡിവാല്യൂഷൻ. ഓക്കെ, അതാണ് മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ട്രേഡ്, എന്താണ് ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഇൻഫ്ലോ റിഫോം, ഇൻഡസ്ട്രിയൽ റിഫോംസ്, ടാക്സ് റിഫോംസ്, ഫിസിക്കൽ റിഫോംസ്, മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ റിഫോംസ്, പ്രൈവറ്റൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമായിട്ട് വരും. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം, SAP സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നതൊക്കെ IMFൻ്റെ. അപ്പോൾ മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷനിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കറൻസി ഡിവാലുവേഷനാണ് മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ വരുന്നത്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ കറൻസി ഡിവാലുവേഷൻ. ഇനി സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം SAPയിൽ വരുന്ന ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഇൻഫ്ലോ റിഫോംസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ റിഫോം, അതുപോലെ തന്നെ ടാക്സ് റിഫോം, ഫിസിക്കൽ റിഫോം, മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ റിഫോം ആൻഡ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇത് തന്നെയായിരുന്നു. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പാർട്സ് ഓഫ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്നാൽ ഇൻഡസ്ട്രിയൽ റിഫോം ഉണ്ട്, ടാക്സ് റിഫോം ഉണ്ട്, ഫിസിക്കൽ റിഫോം ഉണ്ട്. അപ്പോൾ ACD ആണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമിലെ ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഇൻഫ്ലോ റിഫോം, ഇൻഡസ്ട്രിയൽ റിഫോം, ടാക്സ് റിഫോം, ഫിസിക്കൽ റിഫോം, മോണിറ്ററി ആൻഡ് ഫിസിക്കൽ റിഫോം, പ്രൈവറ്റൈസേഷൻ. ഇനി എന്താണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. പ്രൈവറ്റൈസേഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ദ ഓണർഷിപ്പ് ഫ്രം ദി പബ്ലിക് ടു ദി പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ഇതുപോലെയുള്ള പബ്ലിക് സെക്ടറിൽ നിന്ന് ഡിസിൻവെസ്റ്റ് ചെയ്യുക, അവരുടെ ഓണർഷിപ്പ് ആർക്ക് മാറ്റുക? പ്രൈവറ്റ് കമ്പനികൾക്ക് മാറ്റി കൊടുക്കുക. ഇറ്റ് റെഫേഴ്സ് ടു എ പ്രോസസ് ദാറ്റ് റിഡ്യൂസ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് ദാറ്റ് ദ പ്രൈവറ്റ് സെക്ടർ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ കുറച്ചും കൂടി പ്രാധാന്യം നൽകുക. പബ്ലിക് സെക്ടറിൻ്റെ ആ ഒരു ഓണർഷിപ്പ് അതിൽ പ്രൈവറ്റൈസേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ദി ഓണർഷിപ്പ് ഫ്രം പബ്ലിക് ടു പ്രൈവറ്റ് സെക്ടറിലേക്ക് ഓണർഷിപ്പ് മാറ്റുക. മെഷേഴ്സ് എന്തൊക്കെയാണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഡീ റിസർവേഷൻ പോളിസി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് BIFR, അതായത് ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ, ക്രിയേഷൻ ഓഫ് നാഷണൽ റിന്യൂവബിൾ ബോർഡ് NRB, നവരത്ന സ്റ്റാറ്റസ്. ഇതൊക്കെ ഈ ഒരു പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നുമില്ല, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഒരു എന്താ പറയുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആർക്ക് കൊടുക്കുക? പ്രൈവറ്റൈസ് ചെയ്യുക. അപ്പോൾ എന്താണ് കുറച്ചും കൂടിയും ഈ പ്രൈവറ്റ് സെക്ടർ കയറി വരാൻ സാധിക്കും. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ഈ എക്കണോമിക് ക്രൈസിസ് നിന്ന് മാറ്റുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് പ്രൈവറ്റൈസേഷൻ നിലവിൽ വന്നത്. അപ്പോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് ഡീ റിസർവേഷൻ പോളിസി, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് BIFR, ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ, ക്രിയേഷൻ ഓഫ് നാഷണൽ റിന്യൂവബിൾ ബോർഡ്, നവരത്ന സ്റ്റാറ്റസ്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഗ്ലോബലൈസേഷൻ മീൻസ് ഇൻ്റഗ്രേറ്റിംഗ്, ആഗോളവൽക്കരണം. അതായത് ഗ്ലോബലൈസേഷൻ മീൻസ് ഇൻ്റഗ്രേറ്റിംഗ് ദ എക്കണോമി ഓഫ് എ കൺട്രി വിത്ത് ദ വേൾഡ് എക്കണോമി. അപ്പോൾ നമ്മുടെ നമ്മുടെ മാർക്കറ്റ് തുറക്കുക, ഒരു വേൾഡ് എക്കണോമിയുമായിട്ട് അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്കണോമി തുറക്കുക. അപ്പോൾ ഗ്ലോബലൈസേഷൻ മീൻസ് ഇൻ്റഗ്രേറ്റിംഗ് ദ എക്കണോമി ഓഫ് എ കൺട്രി വിത്ത് ദ വേൾഡ് എക്കോണമി ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന് ഇടുക. അപ്പോൾ ലോകത്തിലെ പല എക്കണോമികളും അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും ആളുകൾ ഇവിടെ വരുന്നു, ഇവിടെ ട്രേഡ് നടത്തുന്നു. അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഒരു ആഗോളവൽക്കരിക്കുക നമ്മുടെ എക്കോണമിയെ. അതാണ് ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസ്ട്രിക്ഷൻസ്, ചില റിസ്ട്രിക്ഷൻസ് ഇമ്പോർട്ട് എക്സ്പോർട്ടിലൊക്കെ റിസ്ട്രിക്ഷൻസ് ഒഴിവാക്കി റിമൂവ് ചെയ്തു. എൻകറേജ്മെൻറ്റ് ടു ഫോറിൻ ക്യാപിറ്റൽ, അവിടുത്തെ നിക്ഷേപകരെ ഇങ്ങോട്ട് എന്താ പറയുക, അട്രാക്ട് ചെയ്യിപ്പിച്ചു. കൺവേർട്ടിബിലിറ്റി ഓഫ് റുപ്പീസ്, അതുപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻ, ലോങ് ടേം ട്രേഡ് പോളിസികൾ ഡെവലപ്പ് ചെയ്തു. എൻകറേജ്മെൻറ്റ് ടു എക്സ്പോർട്ട് കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ അതിനൊക്കെ എൻകറേജ്മെൻറ്റ് നൽകി. അപ്പോൾ ഈ LPG മോഡൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കാര്യം? ഇതിൽ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം, മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷനും അതുപോലെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമും IMF ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൊടുത്ത സജഷൻസ് ആണ്. ആ മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷനിൽ ഇൻഫ്ലേഷൻ കൺട്രോളും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും കറൻസി ഡിവാലുവേഷനാണ് വരുന്നത്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്തൊക്കെയാണ്? ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഇൻഫ്ലോ റിഫോംസ്, ഇൻഡസ്ട്രിയൽ റിഫോംസ്, ടാക്സ് റിഫോംസ്, ഫിസിക്കൽ റിഫോംസ്, മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ റിഫോംസ് എക്സെട്ര. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം എന്താണ്?
Delicacy in generating resource to sustain the process of economic growth necessitated in economic policy of 1991. The main components of this policy are ഏതൊക്കെയാണ് ഇതിലെ മെയിൻ കമ്പോണൻസ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? നമുക്കറിയാം LPG എന്ന് പറയുന്നത് ആണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ഓക്കെ, LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ മൂന്നുമുണ്ട് അതിൽ. ക്ലിയർ അല്ലേ? മൂന്നുമുണ്ട്. ഓക്കെ, മൂന്നുണ്ട്. അപ്പോൾ എന്താണ്? ദ ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ 1991 വാസ് ലോഞ്ച്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പി നരസിംഹ റാവു. ഓക്കെ, അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പി നരസിംഹ റാവു ആയിരുന്നു. ദ മെയിൻ കമ്പോണൻസ് ഓഫ് ദ ന്യൂ എക്കണോമിക് പോളിസി എന്തായിരുന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ നമ്മൾ നോക്കി, ഒന്നുകൂടി ഓടിച്ചു പറയാം. ഇറ്റ് ഇംപ്ലൈസ് റിമൂവൽ ഓഫ് പ്രൊട്ടക്റ്റീവ് മെത്തേഡ് ഫോർ എനേബിളിംഗ് ഫോറിൻ പ്രൊഡ്യൂസേഴ്സ് ടു ഫ്രീലി കമ്പീറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് റിമൂവൽ ഓഫ് പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ്? അപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി. ഇനി ഇറ്റ് അലോസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്തൗട്ട് മച്ച് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതകൾ ഒരുങ്ങി, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലോബലൈസേഷൻ എന്ന ആഗോളവൽക്കരണത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് അലോസ് സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഇൻ കസ്റ്റംസ് ഡ്യൂട്ടീസ് ബോത്ത് ഇൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടും എക്സ്പോർട്ടിലൊക്കെ ഉള്ള കസ്റ്റംസ് ഡ്യൂട്ടീസ് ഒക്കെ ഒഴിവാക്കി കളഞ്ഞു. അതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സംഗതി. ഇനി എന്താണ് ഈ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, ഉദാരവൽക്കരണം, അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഫോർ ഓൾ പ്രൊജക്ട് എക്സെപ്റ്റ് എ ഫ്യൂ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. അപ്പോൾ വല്ലാതെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറയുന്ന സംഗതി എടുത്തു കളഞ്ഞു. കമ്പനീസ് വെർ ഗിവൺ ദ ഫ്രീഡം ഓഫ് എക്സ്പാൻഡ് ആൻഡ് ഡൈവേഴ്സിറ്റി ദെയർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ എക്സ്പാൻഡ് ചെയ്യാം, അവരുടെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു റിസ്ട്രിക്ഷനൊക്കെ എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ റിഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ വിത്ത് പ്രൈവറ്റ് സെക്ടർ എൻട്രി. അപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ ഒരു റോള് എടുത്ത് കളഞ്ഞു. ആർക്ക് കൊടുത്തു? പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അടുത്ത പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ ദിസ് മെനി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഓക്കെ, ഒരുപാട് ഇതുപോലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്താണ്? സോൾഡ് ടു പ്രൈവറ്റ് പ്ലേയേഴ്സ്. പ്രൈവറ്റ് കമ്പനികൾക്ക് ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു, പ്രൈവറ്റ് ആളുകൾക്ക് ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അതാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LPG മോഡൽ ആരാണ്? ആരായിരുന്നു ആ സമയത്ത്? പി വി നരസിംഹറാവു ആയിരുന്നു ആ സമയത്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ക്ലിയർ ആണ്? ചോദ്യം ക്ലിയർ ആണ്. ഇതിൻ്റെ 3 കമ്പോണൻസ്: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ക്ലിയർ. അടുത്ത് എന്താ ചോദ്യം? ഡാഷ് വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ വെൻ ഇന്ത്യ ആക്സെപ്റ്റഡ് ദ ലിബറലൈസേഷൻ പോളിസി ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ 1991. ആരാണ്? നമുക്കറിയാം, ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ്, ഹി വാസ് ദ 22nd ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അണ്ടർ ദ പ്രൈം മിനിസ്റ്റർ പി വി നരസിംഹ റാവു ഫ്രം 1991 to 1996. അപ്പോൾ 1993 മുതൽ 96 വരെ പി വി നരസിംഹ റാവുവിൻ്റെ കാലഘട്ടത്തിൽ ആരായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഹി വാസ് ആൾസോ സെർവ്ഡ് ആസ് പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ 2 times. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ടും ഈ മൻമോഹൻ സിംഗ് പിന്നീട് വന്നിട്ടുണ്ട്. ഇന്ന് മുതൽ 2004 മുതൽ 2009 വരെയും, 2004 UPA ഗവൺമെൻറ് 2004 മുതൽ 2009 വരെയും, 2009 മുതൽ 2014 വരെയും 10 കൊല്ല കാലഘട്ടം നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ട് ആക്ട് ചെയ്തിരുന്ന ആരായിരുന്നു? അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ 22nd ഹി വാസ് ദ 22nd ഫിനാൻസ് Minister of India under Prime Minister of P.V. Narasimha Rao from 1991 to 96, and he was also served as Prime Minister 2 times from 2004 to 2014. രണ്ട് ടേം ആയിട്ട്. അപ്പോൾ 2004 മുതൽ 2009 വരെയും 2009 to 2014 വരെയും. ക്ലിയർ. അടുത്ത് എക്കണോമിക് റിഫോം മെഷേഴ്സ് ഇൻ ഇന്ത്യ വർ ഫോർമലി ഇൻട്രൊഡ്യൂസ്ഡ്. എപ്പോഴാണ് ഈ എക്കണോമിക് റിഫോംസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂലൈ 1991 മുതലാണ്. ജൂലൈ 1991 മുതലാണ് എക്കണോമിക് റിഫോംസ് മെഷേഴ്സ് ഇൻ ഇന്ത്യ വർ ഫോർമലി ഇൻട്രൊഡ്യൂസ്ഡ്. ജൂലൈ 1991. ക്ലിയർ. അതാണ് പ്രൈം മിനിസ്റ്റർ പി വി നരസിംഹ റാവു ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ബിഗാൻ ദ എക്കണോമിക് റിഫോംസ്. അപ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ പി വി നരസിംഹ റാവു, അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ബിഗാൻ ദ എക്കണോമിക് റിഫോംസ് പ്രോസസ് ഇൻ ജൂലൈ 1991. ക്ലിയർ ആണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ: LPG, ഓക്കെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെന്താണ് അടുത്ത് നോക്കാനുള്ളത്? ഹു റോട്ട് ദ ബുക്ക് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ? പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ്? അത് വിശ്വേശ്വരയ്യാണ് പ്ലാൻഡ് എക്കോണമി എന്ന് പറയുന്ന ബുക്കിൻ്റെ രചയിതാവ് എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഇനി എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മേജർ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഹൈ ഗ്രോത്ത് ഓഫ് ദി സർവീസ് സെക്ടർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സർവീസ് സെക്ടർ പെട്ടെന്ന് വളരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മേജർ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഹൈ ഗ്രോത്ത് ഓഫ് ദി സർവീസ് സെക്ടർ? അപ്പോൾ എക്കണോമിക് റിഫോംസ് ഇൻട്രൊഡ്യൂസ് 1991 ആണോ? ഓക്കെ, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ ആൻഡ് സ്കിൽഡ് ലേബർ അറ്റ് ലോ വേജ് റേറ്റ് ആണോ? ഓക്കെ, അതുപോലെ തന്നെ റവല്യൂഷൻ ഇൻ അഗ്രികൾച്ചർ ഫീൽഡ് ഇൻ ഇന്ത്യ ആണോ? ഏതൊക്കെയാണ് അതിൻ്റെ ആൻസർ? സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. എന്താണ്? 1 2 3 ആണോ? അതോ 1 2 ആണോ? 1 3 ആണോ?
3 ആണോ? ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മേജർ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഹൈ ഗ്രോത്ത് ഓഫ് ദ സർവീസ് സെക്ടർ എന്തുകൊണ്ട് ഉയർന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്കണോമിക് റിഫോംസ് ഇൻട്രൊഡ്യൂസ് 1991 ഉണ്ടാക്കിയ ആ എക്കണോമിക് റിഫോംസ് കാരണമാണ് ഒന്ന്. രണ്ടാമത്തെ കാരണം അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ ആൻഡ് സ്കിൽഡ് ലേബർ ഓക്കെ അറ്റ് ലോവർ വേജ് റേറ്റ്. കുറഞ്ഞ ശമ്പളത്തിൽ നമുക്ക് ഈ സ്കിൽഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലേബേഴ്സിന് ലോവർ വേജ് റേറ്റിൽ സ്കിൽഡ് ആയിട്ടുള്ള നല്ല നൈപുണ്യമുള്ള പണിക്കാരെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് അവൈലബിലിറ്റി ഓഫ് ചീഫ് ലേബർ ആൻഡ് സ്കിൽ. ഈ രണ്ടാണ് ഉത്തരം. 1 and 2 ആണ് ആൻസർ. 1 and 2 ആണ് ആൻസർ. ഏതാണ്? 1 and 2 എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ റീഫോംസ് ഇൻട്രൊഡ്യൂസ് ഇൻ 1991 നമ്മൾ ഓൾറെഡി പഠിച്ചു. റിമൂവ്സ് ദ വാരിയസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഇൻ്റർനാഷണൽ ഫിനാൻസ് വിച്ച് ലെഡ് ടു ദി ഹ്യൂജ് ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. ഒരുപാട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കിയപ്പോൾ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ലിബറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ പോളിസി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താണ് ഒരുപാട് ക്യാപിറ്റൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് ടു ഇന്ത്യ ദിസ് എൻകറേജ് ദ സർവീസ് സെക്ടർ ഗ്രോത്ത്. അത് സർവീസ് സെക്ടറിനെ വളരാൻ സാധ്യതപ്പെടുത്തി. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ ആൻഡ് സ്കിൽഡ് ലേബർ അറ്റ് ലോവർ വേജ് റേറ്റ് മെയ്ഡ് അവർ സർവീസ് സെക്ടർ വെരി കോമ്പറ്റേറ്റീവ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് നൈപുണ്യമുള്ള പണിക്കാരെ നമുക്ക് കിട്ടാൻ ലോവർ വേജിൽ കിട്ടാൻ സഹായിച്ചു. അതും ഇത് വളരാൻ സഹായിച്ചു. ഇനി ദ റവല്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് ആ കാലഘട്ടത്തിലായിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു റവല്യൂഷൻ. ഫീൽഡ് ഇൻ ഇന്ത്യ ഹാസ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദി ഹൈ ഗ്രോത്ത് ഓഫ് ദ സർവീസ് സെക്ടർ. ഹെൻസ് സ്റ്റേറ്റ്മെൻറ്റ് 3 ആ സമയത്ത് അഗ്രികൾച്ചറിലല്ല ഈ ഒരു സർവീസ് സെക്ടർ ഉയരാനുള്ള കാര്യം ഐ.ടിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. ക്ലിയർ ആണ്. നമ്മൾ ഈ ഒരു ചെറിയ സെക്ഷനിൽ നമ്മൾ LPG അതുപോലെ തന്നെ ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991 എന്ന് പറയുന്ന ആ ഭാഗത്തിലെ കുറച്ച് ക്വിക്ക് റിവിഷൻ പോയിൻ്റാണ്. NEP ന്യൂ എക്കണോമിക് പോളിസി, അതുപോലെ തന്നെ എന്താണ് ഈ LPG മാതൃക എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്വിക്കായിട്ട് നോക്കിയത്. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകൾ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ളൊരു പ്രചോദനമാണ്. ഓക്കെ, തൊട്ടടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. നന്ദി, നമസ്കാരം.